കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ശ്രീലക്ഷ്മി മോളെ, സുദർശനും സരോജവും നിൽക്കുന്നത് നീ കണ്ടില്ലേ? ഓ, പറയുന്ന പോലെ ഇതാണല്ലോ എന്റെ അച്ഛനും അമ്മയും. അച്ഛനെപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ മോളെ. സുഖാണോ അമ്മേ? സുഖം. മോൾക്കോ? നമുക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല, അച്ഛൻ ഗുളിയും മരുന്നൊക്കെ മുടങ്ങാതെ കഴിക്കുന്നുണ്ടോ? ഒന്നിനൊരു കുറവും വരുത്തരുത്. അതിനാ നമ്മൾ ഇങ്ങോട്ട് വന്നത്. എല്ലാം ഒന്ന് റെഡി ആക്കിയിട്ട് വേണം നമുക്ക് തിരിച്ചു പോവാൻ. പോകാനോ? എങ്ങോട്ട്? അത് പിന്നെ സുദർശന്റെ അസുഖം മാറിയിട്ട് ശ്രീലക്ഷ്മിക്ക് അവിടെ വന്ന് നിൽക്കണമെന്നായിരിക്കും മോൾ ഉദ്ദേശിച്ചത്, അല്ലേ മോളെ? അതെ അതെ. ഉദ്ദേശിച്ചത് അതേ രീതിയിൽ തന്നെ സംസാരിക്കണം ശ്രീലക്ഷ്മി. നിന്റെ മനസ്സിലെ ഉദ്ദേശം മനസ്സിലാക്കാനേ മദർ ഇൻ ലോയെ പോലെ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അതേ തൂക്കത്തിൽ രേഖ എന്നോട് തിരിച്ചു പറയണ്ട. ശ്രീലക്ഷ്മി തിരിച്ചു വന്നത് മുതൽ ചില കാര്യങ്ങൾ പറയുന്നതിൽ വ്യത്യാസമുണ്ട്. അത് ഞാൻ സുദർശനും സരോജത്തിനും മനസ്സിലാക്കി കൊടുത്തുന്നേ ഉള്ളൂ. മനസ്സിലായോ മോളെ? നീ ഇവിടെ വെറുതെ നിന്ന് സമയം കളയാതെ പോയി റെഡിയാകാൻ നോക്ക്. ശരി അമ്മേ. അതെ, നിങ്ങൾ രണ്ടുപേരും രാവിലെ എന്തേലും കഴിച്ചോ? എവിടുന്ന്? ഇങ്ങോട്ട് വരാനുള്ള ധൃതിയല്ലായിരുന്നോ? വരുന്ന വഴിക്ക് ആ നിശ്ചയ വീട്ടീന്ന് ഓരോ ചായ കുടിച്ചു, അത്ര തന്നെ. ഞാൻ രാവിലെ എഴുന്നേറ്റ് കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ അവിടെ തന്നെ ഇരിപ്പുണ്ട്. എങ്കി പോയി കഴിക്കേ. നല്ല പതുപതുത്ത ഇഡലിയും നല്ല അടിപൊളി സാമ്പാറും ഉണ്ട്. സാമ്പാറിന് കുറച്ച് എരിവ് കുറവാണെന്നേ ഉള്ളൂ. പക്ഷെ യമുനയും സുകന്യയും നല്ല കിടുക്കനായിട്ട് സാമ്പാർ വെച്ചിട്ടുണ്ട്. അത് ശ്രീലക്ഷ്മിക്ക് എങ്ങനെ അറിയാം? ഇന്ന് ശ്രീലക്ഷ്മി ഉപവാസത്തിലല്ലേ? ശരിയാണല്ലോ, ഒന്നും കഴിക്കാതിരിക്കുന്നതിനല്ലേ ഉപവാസം എന്ന് പറയുന്നത്. അതോ ഇനി രഹസ്യമായിട്ട് വല്ലതും കഴിച്ചോ? നമ്മളൊന്നും കഴിച്ചില്ല. നിങ്ങൾ രണ്ടാളും ഇരുന്ന് വെട്ടി വിഴുങ്ങുന്ന കണ്ടപ്പോ മനസ്സിലായ കാര്യ നമ്മൾ പറഞ്ഞത്. പൂജാ ദിവസം ഉറപ്പായും ഉപവാസം എടുക്കണമെന്നും നമ്മുടെ അമ്മ കൊച്ചിലേ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലേ അമ്മേ? ഈശ്വരനെ പറഞ്ഞ് നമ്മളൊന്നും ചെയ്യൂല. മോള് ചെല്ലേ. നിങ്ങൾ കഴിക്കുമ്പോഴേക്കും നമ്മൾ വേഷം മാറി വേഗം വരാം. വാ. നിങ്ങൾ ഇരിക്കെ സരോജം. എന്റെ ആയിരവലി തമ്പുരാനേ, ഇതാര്? ഒന്ന് എഴുന്നേറ്റ്. ഓ, നമ്മളൊരു സത്യം പറയല്ല ആശാനെ. ആശാൻ ഇപ്പൊ ഒരു സിനിമ നടന്ന പോലെ ഇരിക്കണ്.
എന്താ ഒരു എടുപ്പ്. ഇങ്ങനൊരു സിനിമാ നടൻ ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു നടന്റെ പേര്? ഇഷ്ടമാണ് 100 വെട്ട് എന്ന സിനിമയിലെ. ആ പുള്ളിയെ പോലെ തന്നെ ചെത്തായിട്ടുണ്ട്. താങ്ക് യു. താൻ വേഗം റെഡിയാകും, നമുക്ക് താഴേക്ക് പോകണ്ടേ? എങ്ങനെ റെഡി ആവാൻ ആശാനെ? ഒരു സാരി എടുത്ത് തന്നാ അത് മടക്കി വെക്കാൻ പോലും അറിയാത്ത നമ്മൾ എങ്ങനെയാണ് ആശാനെ സാരി ഉടുക്കണത്? ഓ, അമ്മ അത് പറഞ്ഞപ്പോ തന്നെ നമുക്ക് തല ചുറ്റി. എന്നാ ഞാൻ താഴെ പോയിട്ട് യമുനയും സുകന്യ പറഞ്ഞോടാ, അവര് സാരി ഉടുപ്പിച്ചു തരും. ആ ഫസ്റ്റ് ഇങ്ങനെ നല്ല വേഷത്തിൽ നിന്ന് മണ്ടത്തരം പറയാറില്ലേ ആശാനെ? നമുക്ക് സാരി ഉടുക്ക അറിഞ്ഞൂടാന്ന് അവരറിഞ്ഞ അതോടെ തീർന്നില്ലേ എല്ലാം? അവര് വഴി അമ്മയും ബാക്കിയുള്ളവരും എല്ലാരും അറിയില്ലേ? ഓ യാ, യു ആർ റൈറ്റ്. ആ വേറെന്താ വഴി? വേറെ എന്താ വഴി? അങ്കിളെ, ഒന്നുകൂടി ആലോചിക്ക്. വലിയൊരു മണ്ടത്തരം പറയാനാ ഇവിടേക്ക് വന്നിരിക്കുന്നത്. നീ മിണ്ടാതെ കൂടെ വന്നാ മതി. ആദ്യം എന്നെ പിടിച്ച് മുറ്റത്തേക്കൊന്ന് കൊണ്ടുപോ. ആ ആശാൻ സാരി എടുക്കാനുള്ള വശം അറിയോ? ആശാൻ അറിയാമോന്ന്? അറിയാം, ബട്ട് ഇനി എന്തോന്ന് ബട്ടും പുട്ടും? ആശാൻ തന്നെ എനിക്ക് സാരി ഉടുപ്പിച്ച് തന്നാ മതി. ഞാനോ? ആ ആ അതെ ആശാനെ, ആശാൻ അതിനെ പറ്റി കൂടുതൽ ചിന്തിച്ച് നീലഅസ്ഥിമല കയറണ്ട. നമ്മളകത്ത് പോയി അറിയാവുന്ന രീതിയിൽ കൊടുത്തിട്ട് വരാം. ആശാൻ തെറ്റിയ ഭാഗം മാത്രം പറഞ്ഞു തന്നാ മതി, നമ്മൾ ശരിയാക്കിക്കോളാം. ആ അതാണ് ആശാന്റെ വിഷയം. ഞങ്ങൾക്കൊന്ന് അകത്തേക്ക് പോണം. പറ്റില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ. പൂജയോടുകൂടി അങ്ങനെ ശ്രീലക്ഷ്മിയുടെ ആത്മാവും അലഞ്ഞു തിരിഞ്ഞു നടക്കും. ആ ഭസ്മവും വിഷവും അവളെ ആ രൂപത്തിലാക്കും. എനിക്ക് ആ ചന്ദ്രചൂഡ് സ്വാമിയിൽ അത്രയ്ക്ക് വിശ്വാസമുണ്ട്. ഇപ്പൊ പറ്റില്ല, അകത്ത് പൂജയാണ് നടക്കുന്നത്. അയ്യോ, അങ്ങനെ പറഞ്ഞാ പറ്റില്ല. ഞങ്ങളെ ഒന്ന് അകത്തേക്ക് വിടണം. പറ്റില്ല. സെക്യൂരിറ്റി, അയാളിങ്ങി കയറ്റിവിട്. താൻ എങ്ങോട്ടായി തള്ളിക്കയറാൻ പോകുന്നത്? രേഖ മാഡം, മാഡത്തിന്റെ അടുത്ത് വേറെ ആരുണ്ട്? ആരുമില്ല. താൻ വന്ന കാര്യം പറയും. മാഡത്തിന് വളരെ ഉപകാരം ചെയ്യുന്ന ഒരു കാര്യം പറയാനാ ഞാൻ വന്നത്. അയ്യോ വേണ്ട. താൻ ചെയ്ത ഉപകാരങ്ങളെ കൂടിയതുകൊണ്ടാ ഞാൻ തന്നെ ഒഴിവാക്കിയത്. മാഡം, ഇത് അതുപോലല്ല. ഇതിന് മാഡം ഒരു നയാ പൈസ തരണ്ട.
എനിക്കും കൂടി പ്രയോജനമുള്ള കാര്യമായതുകൊണ്ട് തികച്ചും ഈ ഉപകാരം ഫ്രീയാ. താൻ ആദ്യം കാര്യം പറ, എന്നിട്ട് നോക്കാം ഉപകാരമാണോ ഉപദ്രവമാണോ എന്ന്. മാഡം, നമ്മുടെ ശ്രീലക്ഷ്മി തിരികെ വന്നിട്ട് എങ്ങനെയുണ്ട്? ആ വിശേഷം അറിയാനാണോ താൻ വന്നത്? ഇത് രേഖ മാഡത്തിന്റെ അമ്മയാണല്ലേ? താൻ കാര്യം പറയുന്നുണ്ടോ അതോ? പറയാം മാഡം. ഇപ്പോ ഇവിടെയുള്ള ശ്രീലക്ഷ്മി ഇല്ലേ, അത് ശ്രീലക്ഷ്മി അല്ല. ആശാനെ, അത് നീലഹസ്തിയിലെ കണ്ണമ്മ എന്ന് വിളിക്കുന്ന കൺമണി എന്ന പെൺകുട്ടിയാണ്. അല്ലാതെ നീരേറ്റ് കോളനിയിലെ ശ്രീലക്ഷ്മി അല്ല. എളിക്കല്ലേ ഞാൻ ഇതൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടും ഇതും എന്ത് ചെയ്യണമെന്ന് മാത്രം അറിയില്ല ആശാന്. രവി സാറും രാജാറാം സാറും കൂടി കൺമണി എന്ന ഈ പെൺകുട്ടിയെ വേഷം മാറ്റി ശ്രീലക്ഷ്മിയാക്കി ഇവിടെ കൊണ്ടുവന്നു എന്നർത്ഥം. അതെങ്ങനെ ശരിയാവും? ഒരാളെ പോലെ രണ്ടുപേരും. അത് തന്നെയാ മാഡം, ഇതറിഞ്ഞപ്പോ ഞാനും ചോദിച്ചത്. ഇയാള് വെറുതെ പിച്ചും പേയും പറയാതെ ഒന്ന് പോയേ. പിച്ചും പേയും ഒന്നും അല്ല മാഡം, തെളിവ് സഹിതം ഞാൻ ബോധിപ്പിച്ചു തരാം. തെളിവോ? എന്ത് തെളിവ്? എന്റെ കൂടെ വന്ന രണ്ടുപേര് ഗേറ്റിന്റെ അവിടെ ഉണ്ടോന്നൊന്ന് നോക്കിയേ. അവരാരാ? അവരാണ് ഞാനിപ്പോ പറഞ്ഞത് തെളിയിക്കാൻ വന്നവർ. പറഞ്ഞതാ ആശാനെ. ഓക്കെ ഓക്കെ ഓക്കെ. ഈ കഴുത്തിന് മുകളിൽ പൊതിച്ചിരിക്കുന്ന ഭാഗം തോളിലോട്ട്. അതെ. കൃഷ്ണേ, നീ അവരെ ഒന്ന് വിളിച്ചോണ്ട് വാ. ഇനി ഈ ഇടത് കയ്യിലിരിക്കുന്ന ഭാഗം ഞൊറിയെടുക്ക്. ആ ഞൊറി. ഇങ്ങനെ 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 ഈ വിരല് രണ്ടില്. ആ എങ്ങനെ? അതായത് ഇങ്ങനെ, പിന്നെ ഇവിടെ ഇങ്ങനെ വിരൽ വെച്ച് ഇങ്ങനെ ഇങ്ങനെ, പിന്നെയും ബാക്കിലോട്ട് മടക്കി. വരൂ. വാ ചേച്ചി. എന്നെ പോലെയാ മാഡം ആ പെൺകുട്ടിയും. എന്താ സുഖമില്ലാത്തതാണോ? അയ്യോ അതല്ല, കണ്ണിന് കാഴ്ചയില്ല എന്ന് പറയുമായിരുന്നു. അവര് വന്നോ? വന്നു. കേട്ടോ രേഖ മാഡം, ഈ നിൽക്കുന്നതാണ് ശ്രീലക്ഷ്മിയായി ഇവിടെ ജീവിക്കുന്ന കൺമണിയുടെ ചേച്ചിയും അനുജനും. ഇങ്ങനെ. ആ ആ. ഈ ചേച്ചിയുടെ ഓപ്പറേഷൻ നടത്താനുള്ള കാശിന് വേണ്ടിയാ കൺമണി ശ്രീലക്ഷ്മിയായി വേഷപ്പകർച്ച നടത്തിയത്. സത്യമാണോ ഇയാള് പറയുന്നത്? ദേവികുഞ്ഞെ, ഞാൻ വീട്ടിൽ വെച്ച് പറഞ്ഞില്ലേ രേഖാ മേഡത്തിന്റെയും അമ്മയുടെയും കാര്യം? അവരാ ഈ ചോദിക്കുന്നത്. ഉള്ളതെല്ലാം ധൈര്യമായി പറഞ്ഞോ. കൺമണിക്ക് ഒരു കുഴപ്പവും വരാതെ ഇവര് നോയിക്കോളും. നമസ്കാരം മാഡം. ഇയാള് പറയുന്നതൊക്കെ ശരിയാണോ? ഇപ്പൊ ഇവിടെയുള്ളത് ശ്രീലക്ഷ്മി അല്ലേ? അല്ല, എന്റെ അനിയത്തി കൺമണിയാ. ഇതൊന്നും നമ്മളെ കൊണ്ട് കൂട്ടാ കൂടൂല ആശാനെ. ശരി 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 ശരി, ഞാൻ പറഞ്ഞുതരാം.
ദാ, അങ്ങോട്ട് തിരിഞ്ഞു. മൊത്തമല്ല, മയത്തില്. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കറക്റ്റായിട്ട് പ്ലീറ്റ് പിടിച്ചു വെക്കണം. നിങ്ങളെങ്ങനെ ഈ നാട്ടിലെത്തി? ദാ, ഇനി അതെടുത്ത് ഉള്ളിലോട്ട്. അങ്ങോട്ട് തിരിഞ്ഞേ. ആ, ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പുവശം. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഞങ്ങളോട് പറഞ്ഞതൊക്കെ അകത്തും വന്ന് പറയണം. അയ്യോ, അത് പ്രശ്നമാവില്ലേ? ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവാതെ ഞങ്ങൾ നോക്കിക്കോളാം. ഇന്നാണ് ഇതൊക്കെ പറയാൻ പറ്റിയ ദിവസം. ഇപ്പൊ ഇത് കേട്ടപ്പോ ഞങ്ങൾക്കുണ്ടായ ഒരു കൗതുകം അത്രമാത്രമേ ഇവിടെ എല്ലാവർക്കും ഉണ്ടാവൂ. അതെ അതെ, നിങ്ങൾ വിചാരിക്കുന്ന ഒരു പ്രശ്നവും ഉണ്ടാവില്ല. രവിക്ക് എതിർപ്പൊന്നുമില്ലെങ്കിൽ പിന്നെ ഇവിടെ വേറെ ആർക്ക് എന്തു പ്രശ്നം ഉണ്ടാവാനാ? നിങ്ങൾ അങ്ങോട്ട് മാറി നിന്നേ. ഞങ്ങൾ ആദ്യം പോയി എല്ലാവരോടും ഈ കാര്യം ഒന്ന് സൂചിപ്പിച്ചിട്ട് വരാം, കേട്ടോ? വാ ചേച്ചി. ആശാൻ ഇതൊക്കെ എങ്ങനെ പഠിച്ച്? അമ്മ, ആലോചിച്ച് വേണം ഓരോന്ന് ചെയ്യാൻ. ദേ, ഇയാളെ വിശ്വസിക്കാൻ പറ്റില്ല. ഇതെങ്ങാനും ഫേക്ക് ആണെങ്കിൽ തന്നെ ഞാൻ കൊല്ലും, കേട്ടോ? എന്റെ പൊന്നു മേഡം, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും മേഡത്തിന് വിശ്വാസമായില്ലേ? വിശ്വാസമായി. എന്റെ മോൾക്ക് വിശ്വാസമായില്ലെങ്കിലും എനിക്ക് വിശ്വാസമായി. വന്നു കയറിയ ശ്രീലക്ഷ്മിയുടെ സംസാരത്തിന് എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടായെന്ന് നീയും ഞാനും ഉൾപ്പെടെ എല്ലാവരും വിശ്വസിക്കുകയല്ലേ? സംസാരത്തിനും ചെയ്തികൾക്കും മാത്രമല്ല, ശ്രീലക്ഷ്മിക്ക് മാറ്റമുണ്ട്. പഴയ ശ്രീലക്ഷ്മിയെയും പുതിയ ശ്രീലക്ഷ്മിയെയും താരതമ്യപ്പെടുത്തി നോക്കിയ നിനക്കത് മനസ്സിലാകും. ഇന്ന് ശ്രീലക്ഷ്മിക്ക് വേണ്ടി നടക്കാൻ പോകുന്നത് ദീർഘസുമംഗലിയായിരിക്കാനുള്ള പൂജയല്ല. ഈ കുടുംബത്തിൽ നിന്ന്, ഈ വീട്ടിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ച് മഹാപുണ്യാഹം നടത്തുന്ന പൂജയാ. അതുവഴി അതെല്ലാം കണ്ട് ഹൃദയം പൊട്ടി മരിക്കുന്ന സുദർശന്റെ നരബലി. എപ്പോഴും
എപ്പോഴും എൻ്റെ അടുത്തുണ്ടെങ്കിൽ നീ ഇതിലും ഭംഗിയായിരിക്കും. രവിയുടെ ശ്രീലക്ഷ്മിയായി എപ്പോഴും എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായാൽ മതി. ഉണ്ടാവും. എൻ്റെ മനസ്സത് പറയുന്നുണ്ട്. എങ്ങനെയുണ്ട് ആശാനെ? ഇപ്പൊ നമ്മള് സൂപ്പർ അല്ലേ? ഭംഗിയല്ലേ?